ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമ്മുടെ സിയറ ലോഞ്ച് ആയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഫുൾ പ്രൈസ് ലിസ്റ്റ് എവിടെയെന്നുള്ളത്. ചിലവരൊക്കെ എസ്റ്റിമേറ്റഡ് പ്രൈസ് കാണുമ്പം ഒറിജിനൽ പ്രൈസ് ആണെന്ന് വിചാരിക്കുന്നു, ഫുൾ പ്രൈസ് വന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാം, ഇതിൻ്റെ ഫുൾ പ്രൈസ് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്ന് വരും എന്നുള്ള കാര്യം ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല. വണ്ടിയുടെ ഒഫീഷ്യൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 16-നാണ്, ഡെലിവറി എടുത്ത് തുടങ്ങുന്നത് 2026 ജാനുവരി 15-നാണ്. അപ്പോൾ അതിന് കുറച്ച് മുമ്പായിട്ട്, അതായത് ബുക്കിംഗ്സ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നായിട്ടൊക്കെയാണ് നമ്മുടെ ഫുൾ പ്രൈസ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് ലിസ്റ്റാണ്. അതായത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേഷനാണ് നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് കറക്റ്റായിട്ട് ഫുള്ളി 100% ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ഫീച്ചേഴ്സിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തും അതുപോലെ വേരിയൻസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തും പിന്നെ പെട്രോൾ ടു ഡീസലിലെ വ്യത്യാസം എടുത്തിട്ടും ഓട്ടോമാറ്റിക്കലി ടാറ്റ ഇപ്പോൾ കർവിലൊക്കെ 7 സ്പീഡ് DC ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ഡിഫറൻസ്, ഡീസലിൻ്റെ പ്രൈസ് ഡിഫറൻസ് അതെല്ലാം എടുത്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഡിഫറൻസ് വരും എന്ന് എനിക്കും തോന്നുന്നില്ല. ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്ന പ്രൈസ് ലിസ്റ്റ്, അതായത് എസ്റ്റിമേഷൻ പ്രൈസസ് എല്ലാം തന്നെ ഒരു പരിധി വരെ ഒരു 85 to 95% അടുത്ത് വരെ ആക്യുറേറ്റ് ആയിരുന്നു. ചില പ്രൈസൊക്കെ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഫീച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണണമെങ്കിൽ, അതായത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് 7 വേരിയൻസ് ആണ് വരുന്നത്. ബേസിക് വേരിയൻ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് പ്ലസ് ആണ്. അതിന് മുകളിൽ പ്യൂർ ഉണ്ട്, പിന്നെ പ്യൂർ പ്ലസ് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ അഡ്വഞ്ചർ ഉണ്ട്, അഡ്വഞ്ചർ പ്ലസ് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ അക്കംപ്ലിഷ്ഡ് ഉണ്ട്, അക്കംപ്ലിഷ്ഡ് പ്ലസ് ഉണ്ട്. ഇതാണ് 7 വേരിയൻസ്. അതിൽ തന്നെ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് കിട്ടുന്നത്. ബേസിക് എഞ്ചിനായിട്ട് വരുന്ന 1.5 NA പെട്രോൾ ആണ്. അത് നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. 106 PS പവറും അതുപോലെ 140 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന 1.5 ടർബോ ഡീസലാണ്, ക്രയോടെക് ഡീസൽ എഞ്ചിൻ. 118 PS പവറും 260 Nm ടോർക്ക് മാനുവലും 280 Nm ടോർക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലാണ് ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടും 6 സ്പീഡ് തന്നെയാണ് ഡീസൽ വരുന്നത്. പിന്നെ വരുന്ന നമ്മുടെ 1.5 പുതിയ ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. അത് 160 PS പവറും 255 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ ഒരു സ്പ്ലിറ്റും എഞ്ചിൻ ഓപ്ഷൻ്റെ സ്പ്ലിറ്റും. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓരോ വേരിയൻസിൽ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് കാണിച്ചു തരാം. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 11.5 lakhs പറഞ്ഞപ്പം ചില കമൻസിലെ ആൾക്കാർ അത്രയൊക്കെ ഈ വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഒരു 10.5 ആ റേഞ്ചൊക്കെ അല്ലേ വരേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ആക്ച്വലി ഉണ്ട്. കാരണം ബേസ് മോഡലിൽ തന്നെ നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന സെയിം ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ് കിട്ടുന്നത്. LED ലൈറ്റ്സ് ആണ്, കണക്റ്റഡ് DRLs, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈവൻ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ബേസ് മോഡൽ അവൈലബിൾ ആണ്. 6 എയർ ബാഗ്സ്, all 4 ഡിസ്ക് ബ്രേക്സ് എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങൾ അവർ ബേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമുക്ക് തൊട്ടുമുള്ള, അതായത് പ്യൂറിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇൻഫോടൈം സിസ്റ്റം, ബേസിൽ ഇൻഫോടൈം സിസ്റ്റം ഇല്ല, പക്ഷേ പ്യൂറിലേക്ക് വരുമ്പോഴേക്കും ഇൻഫോടൈം സിസ്റ്റം ആയിക്കോട്ടെ, ക്രൂസ് കൺട്രോൾ ആയിക്കോട്ടെ, ഡ്രൈവ് മോഡ്സ് ആയിക്കോട്ടെ, പിന്നെ ഹിൽ ഡീസിങ് കൺട്രോൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. 8 സ്പീക്കേഴ്സും സെക്കൻഡ് ബേസിൽ കിട്ടുന്നുണ്ട്. പ്യൂർ പ്ലസ് ആണ് എനിക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. കാരണം അതിൻ്റെ അകത്ത് അലോയ് വീൽസ് ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ഡ്യുവൽ സോൺ AC ഉണ്ട്, പിന്നെ നമുക്ക് റിയർ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് ആണ് പ്യൂർ പ്ലസ്. ഇനി ബാക്കി വേരിയൻസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ഓരോ വേരിയൻസിൽ കിട്ടുന്നത് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഒരു ലിസ്റ്റ് അനുസരിച്ചാണ്, അതായത് ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ ബാക്കി പ്രൈസ് ലിസ്റ്റും റെഡിയാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 1.5 NA പ്രൈസ് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് ഈ വീഡിയോയിൽ എവിടെയും കാണിച്ചു തരാം. മൊത്തമായിട്ട് ആദ്യം തന്നെ കാണിച്ചാൽ നിങ്ങൾ പിന്നെ അത് കണ്ടിട്ടങ്ങ് പോകുമല്ലോ. സോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന മോഡൽ നമുക്കറിയാം 11.5 lakhs അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി അതിന് മുകളിലുള്ള വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ 12.99 ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 12.69 ആണ് ശരിക്കും എസെൻഷ്യലി അതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വരേണ്ടത്. അതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ പ്യൂർ പ്ലസ് 13.99 ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം പ്യൂർ പ്ലസിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അലോയ് വീൽസ്, ഡ്യുവൽ സോൺ AC, പാനോറമിക് സൺറൂഫ്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അഡ്വഞ്ചർ നോക്കുകയാണെങ്കിൽ 14.99, അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഇല്ല, അതുകൊണ്ടാണ് 1 lakhന് ഡിഫറൻസ് കൊടുത്ത്. പിന്നെ നമുക്ക് അതിന് മുകളിൽ അഡ്വഞ്ചർ പ്ലസ് വരുന്നുണ്ട്, അതിൽ അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്. അക്കംപ്ലിഷ്ഡിലും ആവശ്യത്തിനനുസരിച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി DC ഓട്ടോമാറ്റിക്, അതായത് ഇതിൻ്റെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് 7 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന നമ്മൾ കർവിൽ നോക്കുകയാണെങ്കിൽ 1.4 lakhsനടുത്ത് എക്സ്ഷോറൂം പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. ബൈ ദ വേ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ, ഓൺ റോഡ് പ്രൈസ് കാണിക്കുന്നില്ല. ഓൺ റോഡ് പ്രൈസ് പിന്നെ കാണിക്കാനാണ് നല്ല വ്യത്യാസം വരും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഏകദേശം 1.3 lakhs to 1.4 lakhsനടുത്ത് പിടിച്ചാണ് ഈ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പം ഇത്രയും കിട്ടുന്നത്. പിന്നെ ഈ ഒരു വേരിയൻ്റ് അനുസരിച്ചുള്ള ലിസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇതിനകത്ത് മാനുവലിൽ കാണുന്ന വേരിയൻസിനകത്താണ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുള്ളൂ. ഈ DCയിൽ കാണുന്ന പ്യൂർ പ്ലസ് അഡ്വഞ്ചർ, ഈ 3 വേരിയൻസിൽ മാത്രമേ 1.5 NA നമുക്ക് ഓട്ടോമാറ്റിക്കും കിട്ടുന്നുള്ളൂ. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ടാറ്റ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചാണ്. ഇനി അടുത്തതിൻ്റെ 1.5 ടർബോ ഡീസൽ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബേസ് മോഡൽ മുതൽ അക്കംപ്ലിഷ്ഡ് പ്ലസ് വരെ എല്ലാത്തിലും അവൈലബിൾ ആണ്. 1.5 NA ടോപ്പ് ഉണ്ട്, അക്കംപ്ലിഷ്ഡ് പ്ലസ് മോഡലില്ലായിരുന്നു. ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ആണ് വരുന്നത്. അതും നമുക്ക് സ്മാർട്ട് പ്ലസ്, അതായത് ബേസ് മോഡലും പിന്നെ
അഡ്വഞ്ചർ മോഡൽ മാത്രമാണ് കിട്ടാത്തത്, ബാക്കി എല്ലാത്തിലും ഡീസൽ ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. സോ ഡീസലിൻ്റെ പ്രൈസ് നമ്മൾ അഗൈൻ കർവ് വെച്ച് കമ്പയർ ചെയ്യണം. കർവ് വെച്ച് ആക്ച്വലി പ്രൈസ് ഡിഫറൻസ് എടുക്കാൻ പറ്റില്ല, കാരണം 1.2 ടർബോ ആണ് ബേസ് മോഡൽ മുതൽ വരുന്നത്. പക്ഷേ അത് 1.2 MPFI ടർബോ പെട്രോളാണ്, TGD അല്ല. അതുകൊണ്ട് പിന്നെ അതിനകത്ത് 1.45 ലാക്സിന് ഡിഫറൻസ് വരുന്നത് ഞാൻ ഏകദേശം അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 12.99 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ബാക്കി പ്രൈസസും ഏകദേശം ആ ഒരു 1.5 ലാക്സ് അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം 20.49 ലാക്സ് വരെയാണ് മാനുവലിൻ്റെ പ്രൈസ് പോകുന്നത്. ഓട്ടോമാറ്റിക് 15.69 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 21.79 ലാക്സ് വരെ പോകുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഓട്ടോമാറ്റിക്കിന് നമ്മൾ ഏകദേശം 1.3 to 1.4 ലാക്സിനടുത്താണ് ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഡിഫറൻസ് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ടാറ്റ ഇപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് പുതിയതായിട്ട് എസിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്നതാണ്. പറഞ്ഞു വരുമ്പം ഈ ഗിയർ ബോക്സ് മഹീന്ദ്ര ഉപയോഗിക്കുന്നുണ്ട്, ഫോക്സ്വാഗൻ ഉപയോഗിക്കുന്നുണ്ട്, സുസുക്കി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഈ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ. സെയിം എസിൻ സോഴ്സ്ഡ് ഗിയർ ബോക്സ് തന്നെയാണ്, ട്യൂണിങ്ങിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ടാറ്റ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പം 1.25 ലക്ഷം രൂപയായിരിക്കും, ചിലപ്പോൾ 1.2 ആയിരിക്കും. ഇപ്പോൾ ഞാൻ 1.4 to 1.5 ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്നുള്ളൂ, ആ ഒരു ഫാക്ടർ ഓഫ് ഇത് അഡീഷണൽ കൊടുക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 1.5 ടർബോ പെട്രോൾ ആണ്. ഇതിൻ്റെ പ്രൈസ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം പുതിയ എഞ്ചിനാണ്, അവരിപ്പോൾ ഇറക്കിയിട്ടേ ഉള്ളൂ. പവർ ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ഡീസലിൻ്റെ പ്രൈസാണ് ഇതിനിപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അത് കൂടാം, അത് ചിലപ്പോൾ കുറയാം. ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ സെയിം പ്രൈസ്, അതായത് 19.19 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 21.79 ലാക്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വഞ്ചർ പ്ലസും അക്കംപ്ലിഷ്ഡ് പ്ലസ് ഈ 3 വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ആകെ ടർബോ പെട്രോൾ കിട്ടുന്നുള്ളൂ. അതായത് ടോപ്പിന് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടർബോ പെട്രോൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ മാനുവലും കൊടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് താഴത്തെ വേരിയൻസിലോട്ട് പോകാണ്ടിരുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് പ്രൈസ് വരുമ്പോൾ കറക്റ്റായിട്ട് നോക്കാം. ഏകദേശം ഒരു 22 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം എക്സ്ഷോറൂം പ്രൈസ് പോകും എന്നുള്ളത് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഫുൾ ലിസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് നമുക്ക് എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസ് അലോങ് വിത്ത് എഞ്ചിൻ ഓപ്ഷൻസ്, പവർ ഓപ്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കറക്റ്റായിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ ഇത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിരിക്കുമെന്ന്. ഈവൻ ഇൻട്രൊഡക്ടറി പ്രൈസസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ പോലും ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 50,000 രൂപയൊക്കെ കൂടിയാലും വലിയ കുഴപ്പമില്ല. ടോപ്പ് എൻഡിന് അധികം കൂടാൻ ചാൻസ് ഇല്ല. ഈ ഒരു രീതിയിലാണ് പ്രൈസ് വരുന്നതെങ്കിൽ ബേസ് മോഡലിന് എന്തായാലും കൂടും. കുറച്ചാലും കൊണ്ട് അവരൊരു 50,000, അത് കഴിഞ്ഞ് പിന്നെ ഒരു 50,000 കൂടെ വരുമ്പോഴേക്കും ടോട്ടൽ 1 ലക്ഷത്തിനടുത്ത് കൂടും എന്തായാലും ഒരു വർഷം കൊണ്ട്. പക്ഷേ സ്റ്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒരു ബേസ് മോഡൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വാല്യൂ ഫോൺ ആയിട്ട് തന്നെയാണ് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുണ്ടെന്ന് താഴെ കമൻസിൽ പറയാം. ഈ 11.5 ലാക്സ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പൊതുവെയുള്ള വണ്ടികളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. കറക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ എല്ലാം ഏകദേശം ഒരു 10.5 to 11.5 ലക്ഷം രൂപയുടെ ഇടയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും അതിൻ്റെയൊക്കെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത നല്ല സിമ്പിളായിട്ട് ഒരു വണ്ടി മാത്രം നിങ്ങൾക്ക് അങ്ങ് തരികയാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് വിറ്റാരിലും ഹൈറൈഡറിലും പിന്നെയും ഫീച്ചേഴ്സ് ഉണ്ട്. കറക്റ്റിലും സെൽട്ടോസിൻ്റെയും ബേസ് മോഡലിൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആണ് ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞത്. ഇനി പ്യുവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി പണിയും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. പ്യുവർ പ്ലസ് എടുക്കാനാണ് പിന്നെ ഒന്നും നോക്കാനില്ല. സൺറൂഫ് മുതൽ ഡ്യുവൽ സോൺ AC മുതൽ അലോയ് വീൽസ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ രീതിയിലും അത്യാവശ്യം നല്ലൊരു വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും പിന്നെ പ്രൈസിങ്ങുമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.